CPM-ൽ വീണ്ടും ശുദ്ധികലശം. തെറ്റ് ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയാണ് ഇപ്പോൾ CPM-ന്റെ ട്രെൻഡ്. ട്രെൻഡിന്റെ ഭാഗമായി നിരവധി പേരെയാണ് CPM വെട്ടിനിരത്തിയത്. എല്ലാം അച്ചടക്ക ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ദേവസ്വം ബോർഡ് നിയമനക്കോഴ ആരോപണത്തിൽ ഏരിയ കമ്മിറ്റി അംഗമായ പ്രകാശ് ബാബുവിനെതിരെ നടപടിയെടുത്തത്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറിയായ കൊച്ചുമോനെയും സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. പീഡനക്കേസിൽ ആരോപണ വിധേയനായ CC സജിമോനെയും പാർട്ടിയിൽ തിരിച്ചെടുത്തതിനെതിരെ സംസ്ഥാന നേതൃത്വത്തിനെ സമീപിച്ച ആളാണ് കൊച്ചുമോൻ. 2 ആഴ്ച മുൻപാണ് തിരുവല്ലയിൽ ഏരിയ സെക്രട്ടറിയായ V ആന്റണിയെ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. കൂടാതെ പത്തനംതിട്ട CPM-ലും നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. തിരുവല്ലയിൽ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയും ലോക്കൽ സെക്രട്ടറിക്കുമെതിരെയാണ് പാർട്ടി നടപടി. ഇരുവരെയും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. ഈ ട്രെൻഡിനെല്ലാം തൊട്ടുപുറകെ ഉയർന്നു വന്ന മറ്റൊരു ആരോപണമായിരുന്നു CPM നേതാവും KTDC ചെയർമാനുമായ PK ശശിക്കെതിരായ അച്ചടക്ക നടപടി. എന്നാൽ അച്ചടക്ക നടപടി പൂർണ്ണതോതിൽ എത്തിയിരുന്നുമില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് നടപടിയെടുത്തത് എന്നും പാലക്കാട് ജില്ലയിലെ പാർട്ടിയിലെ സമവാക്യങ്ങൾ മാറിയതിന്റെ പ്രതിഫലനമാണ് നടപടിക്ക് കാരണമെന്നെല്ലാം തന്നെ വാർത്തകൾ പരന്നെങ്കിലും എല്ലാ വാദങ്ങളും നിഷേധിച്ചുകൊണ്ട് MV ഗോവിന്ദൻ മാഷ് രംഗത്ത് വന്നതോടെ PK ശശി അകത്താണോ പുറത്താണോ എന്ന ചോദ്യം വീണ്ടും തലപൊക്കി. എന്നാൽ ഇപ്പോൾ അച്ചടക്ക നടപടിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് CPM സെക്രട്ടേറിയറ്റ്. ആദ്യം ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി പദവികളും ശശിക്ക് നഷ്ടപ്പെടും. മുൻ ഷൊർണൂർ MLA ആയ PK ശശിയെ നേരത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ലൈംഗിക ആരോപണത്തെ തുടർന്നായിരുന്നു നടപടി. DYFI വനിതാ നേതാവിന്റെ പീഡന പരാതിയെ തുടർന്നായിരുന്നു ആദ്യത്തെ നടപടി. കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതിയായിരുന്നു പരാതി അന്വേഷിച്ചത്. അന്വേഷണത്തിൽ പരാതി ശരിയാണെന്ന് കണ്ടെത്തിയതോടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന PK ശശിയെ അന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു. ഷൊർണൂർ MLA ആയിരിക്കെയായിരുന്നു നടപടി. എന്നാൽ സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം അദ്ദേഹം പാർട്ടിയിൽ തിരികെ എത്തുകയും പിന്നാലെ ടൂറിസം വകുപ്പിന് കീഴിലെ KTDC ചെയർമാനുമായി മാറുകയും ചെയ്തു. എന്നാൽ സഹകരണ സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനം, പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നിവയാണ് പിന്നീട് അദ്ദേഹത്തിനെതിരെയുള്ള നടപടിക്ക് കാരണമായത്. സാമ്പത്തിക തിരിമറിയും നിയമനത്തിൽ സ്വജനപക്ഷപാതവും കാണിച്ചുവെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് PK ശശിയെ പാർട്ടിയുടെ മുഴുവൻ കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. ആരോപണത്തെ തുടർന്ന് നേരത്തെ രാജി സംബന്ധിച്ച ചോദ്യത്തിന് രാജിവെക്കില്ല എന്നും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തന്നെ കൽപ്പിത കഥകളാണ് എന്നുമായിരുന്നു ശശിയുടെ മറുപടി. ജില്ലാ കമ്മിറ്റി അംഗമായ TM ശശിക്കാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷൊർണൂറിൽ ഒരു ടൈം മാത്രം MLA ആയിരുന്ന PK ശശിക്ക് 2021 സീറ്റ് നൽകിയില്ല. ഇത് നടപടിയായി വ്യാഖ്യാനിക്കപ്പെട്ടുവെങ്കിലും ടൂറിസം മന്ത്രിയായ PA മുഹമ്മദ് റിയാസിന്റെ കീഴിൽ KTDC ചെയർമാനായി നിയമനം കിട്ടുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് KTDC. പീഡന പരാതിയിൽ നടപടി നേരിട്ടിട്ടും PK ശശിക്ക് വീണ്ടും ഉന്നത സ്ഥാനം ലഭിച്ചത് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും ഞെട്ടിച്ചിരുന്നു. സംസ്ഥാന സെൻട്രലിൽ പ്രവർത്തിക്കുന്ന AK ബാലന്റെ നിർലോഭമായ പിന്തുണയിലാണ് PK ശശി പാലക്കാട്ടെ പാർട്ടിയിൽ ഭരണം നടത്തിയിരുന്നത്. എന്നാൽ പാലക്കാട്ടെ പാർട്ടിയിലെ ശാക്തിക ബലാബലത്തിൽ മാറ്റം വന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ ശശിക്കെതിരെ എടുത്ത കടുത്ത നടപടി. പാലക്കാട്ടെ പാർട്ടിയുടെ നിയന്ത്രണം ഇപ്പോൾ MP രാജേഷിന്റെ കൈകളിലാണ്. DYFI വനിതാ നേതാവിന്റെ പരാതിയിൽ ശശിക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് രാജേഷായിരുന്നു. രാജേഷിന്റെ വളർച്ച തടയാൻ ശശിക്കൊപ്പം ചേർന്നതാണെങ്കിൽ AK ബാലനും. AK ബാലൻ ഇടപെട്ടതോടെ രാജേഷും യുവജന നേതൃത്വവും എതിർ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് പാലക്കാട്ടെ പാർട്ടിയിൽ AK ബാലന്റെ പിടിയഴിഞ്ഞത്. ബാലൻ ക്ഷീണിച്ചതോടെ ജില്ലയിൽ വലം കൈയായിരുന്ന ശശിയും ദുർബലനായിപ്പോയി. 5 കൊല്ലം മുൻപുള്ള പരാതിയിലടക്കം ഇപ്പോൾ നടപടി വന്നതിന്റെ കാരണവും ഈ മാറ്റങ്ങൾ തന്നെയാണ്. PK ശശി ചെയർമാൻ പദവി വഹിക്കുന്ന മണ്ണാർക്കാട്ടെ യൂണിവേഴ്സൽ കോപ്പറേറ്റീവ് കോളേജിന്റെ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ നടപടിയുടെ പ്രധാന കാരണം. പ്രദേശത്തെ എല്ലാ സഹകരണ ബാങ്കുകളെ കൊണ്ടും കോളേജിന്റെ ഓഹരി വാങ്ങിപ്പിച്ചിരുന്നു. ചെറിയ സഹകരണ സ്ഥാപനങ്ങളെ കൊണ്ടുപോലും 25 ലക്ഷം രൂപയുടെ ഓഹരി എടുപ്പിച്ചു. CPM നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് 5.49 കോടി രൂപയാണ് ഓഹരിയായി സമാഹരിച്ചത്. പാർട്ടി അറിയാതെയാണ് ധനസമാഹരണമെന്നായിരുന്നു ആരോപണം. സാമ്പത്തിക ക്രമക്കേടുകളുണ്ടെന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പരാതി വന്നതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരടങ്ങുന്ന കമ്മീഷനെ അന്വേഷണത്തിനായി നിയോഗിച്ചു. മണ്ണാർക്കാട് ഏരിയയ്ക്ക് പുറത്തുള്ള സഹകരണ സ്ഥാപനങ്ങളെ കൊണ്ടും കോളേജിൽ ഓഹരി എടുപ്പിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഓഹരി സമാഹരണത്തിന് പിന്നിൽ ശശിയുടെ ഇടപെടലാണെന്നും കമ്മീഷൻ കണ്ടെത്തി. അതേസമയം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി കേന്ദ്രീകരിച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നെന്ന പരാതിയും കമ്മീഷന്റെ മുന്നിൽ വന്നിരുന്നു. അതിലും PK ശശിയായിരുന്നു പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. ഇതാണ് കടുത്ത നടപടിക്ക് കാരണമായത്.
പാലക്കാട് നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ പണപ്പിരിവിന്റെ കണക്ക് നൽകിയില്ലെന്ന പരാതിയും ശശിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾ ശശിക്കെതിരെ തലപൊക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ പാർട്ടി അംഗമായി ചുരുങ്ങിയെങ്കിലും സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന സമ്മേളനങ്ങളിലൂടെ പാർട്ടിയുടെ ഉന്നത ശ്രേണിയിലേക്ക് തിരിച്ചുവരാൻ ശശിക്ക് കഴിയും. എന്നാൽ അതിനും നേതൃത്വത്തിന്റെ പച്ചക്കൊടി വേണം. അതുണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.